2025 ബാങ്കിങ് എക്സാമിനേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻസ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കായിരിക്കും ഇനി എന്ത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. 2026 ബാങ്കിങ് സിലബസ് സെയിം ഫോളോ ചെയ്യുന്ന അടുത്തൊരു എക്സാമിനേഷനാണ് ഇൻഷുറൻസ് എക്സാമിനേഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ ബാങ്കിങ് എക്സാംസിന് 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഉള്ളത്. ഒന്ന് ഇംഗ്ലീഷ്, റീസണിങ്, ദെൻ നമ്മളെ മാത്സ് എന്ന് പറയുന്ന കോണ്ട്. ഈ 3 ടോപ്പിക്കുകൾ പഠിക്കുകയാണെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബാങ്കിങ് എക്സാമിനേഷൻ നമുക്ക് അവിടെ IBPS ഉണ്ട്, SBI ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സാംസ് ഉണ്ട്. അത് മാത്രമല്ല ഇതേ സിലബസ് തന്നെ ഫോളോ ചെയ്യുന്ന എക്സാമിനേഷൻസ് ആണ് ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിങ്ങിന്റെ അതേ സെയിം സ്റ്റാറ്റസും അതേ സാലറിയും നമുക്ക് തന്നെ കിട്ടുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന ഇൻഷുറൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണ നമുക്ക് വന്നിരിക്കുന്ന എക്സാമിനേഷൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷൻ വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ടാണ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത്. അതായത് ഒന്ന് രാജഭാഷാ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിന്ദി മെയിൻ എടുത്ത് പഠിച്ചവർക്ക് വേണ്ടിയുള്ള ഒന്ന്. നമ്മൾ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട, കാരണം 15 പോസ്റ്റേ ഉള്ളൂ, അത് ഹിന്ദിക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഹിന്ദി ഡിഗ്രി ഉള്ള കുട്ടികളാണെങ്കിൽ ദെൻ നിങ്ങൾക്ക് അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, ഹിന്ദി മാത്രമുള്ള ആൾക്കാരായിരിക്കും. ഇനി നമുക്ക് ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്ന ഒന്ന് നോക്ക് 285 വേക്കൻസിയോടാണ് എന്ത് വന്നിരിക്കുന്നത്, ജനറലിസ്റ്റ് കാറ്റഗറി വന്നിരിക്കുന്നത്. ഈ ജനറലിസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഡിഗ്രി എന്നുള്ളതാണ് പാറ്റേൺ, ഏതെങ്കിലും ഒരു ഡിഗ്രി. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്കിങ്ങിന് സാധാരണഗതിയിൽ നമുക്ക് ജസ്റ്റ് പാസ്സായാൽ മതി, അതായത് ഏതെങ്കിലും ഡിഗ്രി പാസ്സായാൽ മതി. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് 60% വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിക്ക് 50% ഉണ്ടായിരുന്നുള്ളതെങ്കിൽ നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് 60% മതിയായാലും മതി. അതായത് ഡിഗ്രി മാത്രമേ നിങ്ങൾക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 60% ഡിഗ്രി മാർക്ക് വേണം. അതിൽ തന്നെ SC/ST കാറ്റഗറിക്കാർക്ക് 55% ആയാലും മതി. സോ ഇതാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഓഫീസേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി, ബട്ട് 60% മാർക്ക്. ഏതായിക്കോട്ടെ, നിങ്ങൾ ഇംഗ്ലീഷിലായിക്കോട്ടെ, മാത്സിലായിക്കോട്ടെ, ഏതായിക്കോട്ടെ, BTech ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡിഗ്രി ബട്ട് 60% വേണം. SC/ST കാറ്റഗറിക്കാർക്ക് 55% ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം മുതൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15 ഡിസംബറാണ്. 15 ഡിസംബറാണ് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. സോ 15 ഡിസംബറിനകം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പേയ്മെന്റും അടച്ചിട്ടുണ്ടായിരിക്കണം. സോ 15 ഡിസംബറിനാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ഇനി എക്സാമിനേഷൻ നമുക്ക് അവർ വരാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 10 അടുപ്പിച്ച് നമുക്ക് പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രിലിംസ് ബൂസ്റ്റർ ബാച്ച് നമുക്കറിയാം, ഓൾറെഡി നിങ്ങൾ ബാങ്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ സെയിം സിലബസ് ആണ് ഇവിടെ സിലബസ് പാറ്റേണിൽ നമുക്കത് കൃത്യമായി കാണാൻ പറ്റും. അതായത് ബാങ്കിങ് ഇൻഷുറൻസ് എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു, നമ്മളൊരു കോർ ടോപ്പിക്സ് പഠിക്കുക, ഇന്ന എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് പഠിച്ചു വെച്ചാലുള്ള ഗുണം IBPS വന്നാലും SBI വന്നു കഴിഞ്ഞാലും ഇൻഷുറൻസ് കമ്പനീസിന്റെ ഏത് വന്നാലും LIC വന്നാലും ഏത് എക്സാമിനേഷൻ വന്നാലും നമുക്ക് എഴുതിയെടുത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ലിസ്റ്റിൽ കയറിയ ആൾക്കാർ സാധാരണഗതിയിൽ പറയുന്നതായിട്ടില്ലേ, ഇവിടെ പോകണോ അവിടെ പോകണോ എന്നുള്ളൊരു ഡിലമയിലാണ് ഞാൻ എന്നുള്ളത്. കാരണം എന്താണ്, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? സാധാരണഗതി പറയാറുണ്ട്, ദൈവം എന്ത് ക്രൂരനാണ്, കിട്ടാത്ത എനിക്കൊന്നും കിട്ടിയില്ല, കിട്ടിയവർക്ക് 1-2 മുകളിൽ ലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ 2-3 മുകളിൽ ലിസ്റ്റുകൾ ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ സിലബസ് ഒന്നാണ്. അപ്പൊ ഈ സിലബസ് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ബേസ് ലെവലിൽ നിന്ന് തന്നെ അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ സാധിക്കും. അപ്പം ബേസ് തൊട്ടേ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് എക്സാമിനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ നോക്ക്, നിങ്ങൾ സിലബസ് പാറ്റേണിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത് തന്നെയല്ലായിരുന്നു നിങ്ങൾക്ക്, നിങ്ങൾ ബാങ്കിന്റെ സിലബസ് ഇത് തന്നെയല്ലായിരുന്നു, SBIയുടെ സിലബസ് ഇത് തന്നെയായിരുന്നു, IBPSന്റെ സിലബസ് ഇത് തന്നെയായിരുന്നു, ഇനി ബാങ്ക് ഓഫ് ബറോഡയുടെ സിലബസ് ഇത് തന്നെയായിരുന്നു, ഏത് ബാങ്കിങ് എക്സാമിനേഷൻ, ഇനി LICയുടെ സിലബസ് ഇത് തന്നെയല്ലായിരുന്നു, ഇൻഷുറൻസ് കമ്പനീസിന്റെ എല്ലാം സിലബസ് എന്താണ് പറയുക, സെയിം സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. നോക്ക്, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 മാർക്ക് മാക്സിമം ഒബ്ജക്റ്റീവ് ആണ്, റീസണിങ് 35 ആൻഡ് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35. ടോട്ടൽ ഇറ്റ് മേക്സ് 100. 20 മിനിറ്റ് ഓരോ സെഷനുണ്ട്, ദാറ്റ് മേക്സ് ഇറ്റ് 60 മിനിറ്റ്സ്. സോ ദിസ് ഈസ് ദ പാറ്റേൺ. ഇതാണ് പ്രത്യേകത. ഇനി ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എവ്രി വൺ ക്യാൻ അപ്ലൈ, ബട്ട് യു ഹാവ് ടു ബി ബിഫോർ, see you want to born in between 21 and 30. This is the pattern. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ 21-നും 30 വയസ്സിനും ഇടയിൽ അവർ എക്സാക്ട്ലി പറയുന്നുണ്ട്. സോ ഏജ് ആസ് ഓൺ 30, 11, 25 യു ഹാവ് ടു ബി ഇൻ 21. നിങ്ങൾക്ക് 21 വയസ്സുണ്ടായിരിക്കണം മിനിമം. മാക്സിമം ഏജ് ഇറ്റ് ഈസ് 30 years. നിങ്ങൾ വിഷമിക്കേണ്ട, റിസർവേഷൻ കാറ്റഗറീസിനുണ്ട്. അതായത് OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക്
3 വർഷത്തെ എക്സ്റ്റൻഷൻ ഉണ്ട്, 33 വയസ്സ് വരെ എഴുതാൻ പറ്റും. SC/ST കാറ്റഗറി ഉള്ള ആൾക്കാരാണെങ്കിൽ 5 വർഷത്തെ എക്സെപ്ഷൻ ഉണ്ട്, അതായത് 35 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനൊക്കെ 27 അവസാനിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ അങ്ങനെ പ്രായം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഉള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു പാറ്റേൺ ആണ്. ഇത്തവണത്തെ വേക്കൻസി നിങ്ങൾ നോക്കുക, 285 വേക്കൻസിയാണ് ജേർണലിസ്റ്റിൽ. ഹിന്ദിക്കാർക്ക് 15 വേക്കൻസീസുമാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആരും ഡിസംബർ 15 വരെ കാത്തിരിക്കാത്തത്. അവസാനത്തെ ദിവസങ്ങളിൽ എല്ലാ നോട്ടിഫിക്കേഷനും പറയുന്നത് പോലെ നമ്മുടെ സെർവർ ഡൗൺ ആവാറുണ്ട്. സോ ഈ വീക്കിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെൽ, സോ ഡു അപ്ലൈ. ദാറ്റ്സ് ഓൾ. ബെസ്റ്റ് വിഷസ്.